അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം ഇസ്രയേൽ, ഫലസ്തീൻ, ലബനോൺ, ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് എന്നീ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക ചില പുതുമകളേറിയ അനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിന്റെ അവതരണ ശൈലിയിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ മാറ്റം, എന്താണ് ആ വിഷയം, പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ലെറ്റ് us go to വീഡിയോ. ഏതാണ്ട് എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിന് സമീപം ദൂരെ എവിടെയോ ഉള്ള ഒരു ഫാമിലി എൻ്റെ വീടിന് സമീപം മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ഹൈന്ദവ കുടുംബമായിരുന്നു. അപ്പോൾ ഏതാണ്ട് എൻ്റെ തന്നെ പ്രായം വരുന്ന ഒരു കുട്ടി അന്നാളിൽ ആ വീട്ടിലുണ്ടായിരുന്നു. ആ കുട്ടി സ്ഥിരമായി ആ കുട്ടിയുടെ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളോട് കൈമാറിയ വിഷയമാണ് ഞാൻ ഓർമ്മയിൽ നിന്നും എടുത്തു പറയുന്നത്. അപ്പോൾ ഈ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തുള്ള എല്ലാവരും മരിച്ചു പോണം, നമ്മൾ മാത്രം ഇവിടെ ജീവിച്ചിരിക്കണം. പിന്നെ ആരാണ് വേണ്ടത്? ആ റേഷൻ കടയിലെ ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ മരിക്കരുത്, ആ ചേട്ടനും ജീവിച്ചിരിക്കണം. അപ്പോൾ നമ്മളുടെ കുടുംബം മാത്രം, പിന്നെ ആ ചേട്ടൻ മാത്രം ജീവിച്ചിരിക്കണം. ബാക്കിയുള്ള എല്ലാവരും ഈ ഭൂമിയിൽ നിന്നും മരണപ്പെട്ടു പോകണം. കുട്ടിയുടെ ആഗ്രഹമാണ്. കുട്ടിയുടെ അച്ഛനോട് പറയുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, മോൻ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന്. അതിനുള്ള മറുപടി കുട്ടി പറഞ്ഞത്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മരിച്ചുപോയാൽ, ഈ നാട്ടിലെ ജനം മുഴുവൻ മരിച്ചുപോയാൽ ഈ സ്വത്ത് മുഴുക്കെ നമ്മുടേതാകും. അപ്പോൾ എന്തിനാണ് റേഷൻ കടയിലെ ചേട്ടൻ മരിക്കണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ചോദ്യം. അപ്പോൾ കുട്ടി പറഞ്ഞത്, റേഷൻ കടയിലെ ചേട്ടൻ ജീവിച്ചിരുന്നാലല്ലേ നമുക്ക് ഭക്ഷണം കിട്ടൂ, അതുകൊണ്ട് ആ ചേട്ടൻ മാത്രം ജീവിച്ചിരിക്കട്ടെ. നമുക്ക് അരി, ഗോതമ്പ്, പഞ്ചസാര സാധനങ്ങളെല്ലാം കിട്ടണ്ടേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതിനാ ചേട്ടൻ ജീവിച്ചിരിക്കണം എന്നാണ് കുട്ടി മറുപടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം, ഈ കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ഇന്ന് അമേരിക്കയും ഇസ്രയേലും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ യൂണിയൻ എന്ന സായുധ സഖ്യം ആ കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്. എത്രത്തോളം ബാലിശമാണ് ഇവരുടെ ചിന്താഗതി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ തീർത്തും ഈ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിൽ തന്നെയാണ് ബൈഡനും കൂട്ടരും, നെതന്യാഹുവും കൂട്ടരും, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇവരുടെ സഖ്യ വിഭാഗങ്ങൾ എല്ലാം ജീവിക്കുന്നത് ആ കുട്ടിയുടെ മാനസികാവസ്ഥയിലാണ്. എത്രത്തോളം ബാലിശമാണ് ഈ ചിന്താഗതി എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. ഇത് പറയാൻ കാരണം, ഇവർ ഇസ്രയേലിനെ മുന്നിൽ നിർത്തി അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ സഖ്യ സേനകളും കളിക്കുകയാണ്. ഇവിടെ ഹമാസിനെ കൊന്നൊടുക്കണം, ഹിസ്ബുള്ളയെ കൊന്നൊടുക്കണം, ഹൂത്തികളെ കൊന്നൊടുക്കണം, ഫലസ്തീനികളെ കൊന്നൊടുക്കണം. ഇതെല്ലാം ചെയ്താൽ ഈ ഭൂപ്രദേശം മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം സ്വർണം വിളയുന്ന നാടുകളാണ്. ദ്രാവക രൂപത്തിലുള്ള സ്വർണവും ഖരരൂപത്തിലുള്ള സ്വർണവും എല്ലാം വിളയുന്ന നാടുകളാണ്. ആ നാടുകളാകട്ടെ ഭൂരിപക്ഷവും സൈനികമായി ശക്തിയില്ലാത്ത നാടുകളും. നമുക്ക് സുന്ദരമായിട്ട് ആ നാടുകളെ പിടിച്ചടക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അറബ് മേഖല, അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളെ പിടിച്ചടക്കാം. അങ്ങനെ പിടിച്ചടക്കാൻ സാധിച്ചാൽ പിന്നീട് ഇറാനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താം. അപ്പോൾ ഈ അറബ് മേഖലയിലുള്ള സ്വർണ്ണ ഖനികളും പെട്രോളിയം ഖനികളും എല്ലാം നമുക്ക് സ്വന്തം. അവരെയും കൊന്നു കുഴിച്ചു മൂടാം, പിന്നെ ചോദിക്കാൻ ആരുമില്ല എന്നാണ് ബൈഡൻ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണവർ എന്ന് വേണം ഇവരെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ. പണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000-ൽ അധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഈജിപ്ത് എന്ന രാജ്യത്ത് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ഫിർഔൻ എന്നായിരുന്നു ആ ഭരണാധികാരിയുടെ പേര്. ഫറോവ എന്നും ഫിർഔൻ എന്നും വിളിക്കപ്പെടുന്ന ആ ഭരണാധികാരി ഉണ്ടല്ലോ, ആ വ്യക്തി വെറും ഒരു രാജാവായിരുന്നില്ല, ചക്രവർത്തിയായിരുന്നു, രാജാതിരാജനായിരുന്നു.
ആ വ്യക്തിയും അന്ന് പെരുമാറിയത് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കൊച്ചുകുട്ടിയുടെ മാനസികാവസ്ഥയിലായിരുന്നു. അവർ കൂട്ടത്തോടെ അന്നത്തെ മുസ്ലിങ്ങളെ കുഴിച്ചു മൂടാൻ ഉത്തരവിട്ടു, കൊന്നൊടുക്കാൻ ഉത്തരവിട്ടു. കാരണം എന്താണ്? അന്നൊരു നിയമമുണ്ടായിരുന്നു. ആ ചക്രവർത്തിയുടെ നിയമം. ആ നിയമം എന്താണ് പറയുക? ദൈവമായിട്ട് ആരാധിക്കേണ്ടത്, ജനങ്ങൾ ആരാധിക്കേണ്ടത് ഈ ചക്രവർത്തിയെ ആരാധിച്ചു കൊള്ളണം, ഈ ഫറോവ ചക്രവർത്തിയെ ആരാധിച്ചു കൊള്ളണം. ആ രാജ്യത്തെ, ആ മഹാസാമ്രാജ്യത്തെ ജനങ്ങൾ അന്നതിന് തയ്യാറായിരുന്നു. പക്ഷേ മുസ്ലിങ്ങൾ മാത്രം പറഞ്ഞു, നീ പോടാ, നീ ഒന്നുമല്ല, നീ ഞങ്ങളെപ്പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്, നിന്നെ ആരാധിക്കില്ല, ഒരു സൃഷ്ടികളെയും ആരാധിക്കില്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളി. ആ പുച്ഛിച്ച് തള്ളിയതിന് ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊന്നൊടുക്കാൻ ഉത്തരവിട്ടു. ആ രാജ്യത്തെ, അക്കാലത്ത് ആ രാജ്യത്തെ ഏറ്റവും മൃഗീയ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന്റെ പേര് ഖിബിത്തി എന്നായിരുന്നു. ഈ ഖിബിത്തി സമുദായത്തിൽപ്പെട്ടവനാണ് ഈ ഫറോവ ചക്രവർത്തിയും. അന്നാട്ടിൽ ഖിബിത്തികളെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾ അവനെ നിരാകരിച്ചു. ഉടനെ ഫറോവയുടെ സൈന്യം മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങി. അങ്ങനെ 437 മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഫറോവക്കും ഫറോവയുടെ സൈന്യത്തിനുമെതിരെ പോരാടാൻ തീരുമാനിച്ചു. അവസാനം കടലിനടിയിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. ആ ഫറോവയുടെ മൃതശരീരം ഇന്നും ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് നുണയാണ് എങ്കിൽ സംശയമുള്ളവർക്ക് അവിടെ പോയി നോക്കാം. അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി ഫറോവ എന്ന് മാത്രം അടിച്ചു കൊടുക്കുക. അയാളുടെ ഡെഡ് ബോഡി ഇന്നും ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ ഒരു കേടും കൂടാതെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, ഉണക്കി വെച്ചിരിക്കുകയാണ്. ഈ നിസാരം വരുന്ന മുസ്ലിങ്ങളെ വെല്ലുവിളിച്ച ഭരണാധികാരിക്ക് കിട്ടിയത് അതാണ്. ഉണക്കപ്പത്തിരി പോലെ ഇരിക്കുന്നു ഇന്ന് ഫറോവ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫറോവയുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടിയുടെയും ഒക്കെ മാനസികാവസ്ഥയിലാണ് ഇന്ന് ബൈഡനും കൂട്ടരും നെതന്യാഹുവും കൂട്ടരും. അവർ നോക്കിയപ്പോൾ ഞങ്ങളുടെ കൂടെ അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസുണ്ട്, യൂറോപ്യൻ യൂണിയൻ സൈനിക ശക്തി ഒന്നടങ്കമുണ്ട്. ഈ ഗസയിൽ മറഞ്ഞിരുന്ന് പോരാടുന്ന ഹമാസുകാരെ കൊന്നൊടുക്കാൻ, ഇവിടത്തെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ആ കൊച്ചുകുട്ടിയുടെയും ആ ഫറോവയുടെയും മാനസികാവസ്ഥയിൽ നിന്ന് ഈ മുസ്ലിങ്ങളെ തല്ലിക്കെടുത്തി അവരെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. അവസാനം ഫറോവയുടെ കയ്യിലുണ്ടായിരുന്ന സാമ്രാജ്യം മുസ്ലിങ്ങൾ കൊണ്ടുപോയി. ഇന്ന് ആ സാമ്രാജ്യം അറിയപ്പെടുന്നത് ഈജിപ്ത് എന്ന പേരിലാണ്. ഇന്ന് മൃഗീയ ഭൂരിപക്ഷവും ഈജിപ്തിൽ മുസ്ലിങ്ങളാണ്. വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് ക്രൈസ്തവർ. പക്ഷേ അവിടുത്തെ ക്രൈസ്തവർ ആ രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർ തമ്മിൽ യാതൊരു ശണ്ടയുമില്ല, യാതൊരു കലാപവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു അമ്മ പെറ്റ മക്കളെ പോലെ, ഒരു അച്ഛന് പിറന്ന മക്കളെ പോലെ കെട്ടിപ്പിടിച്ച് കിടന്ന് ജീവിക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. മുസ്ലിങ്ങൾ അധികപ്പറ്റാണ്, മുസ്ലിങ്ങൾ കലാപകാരികളാണ്, അവരെ കൊന്നൊടുക്കണം. ലോകത്തിന്റെ ഭൂരിഭാഗം വരുന്ന സമ്പത്ത് മുസ്ലിം കരങ്ങളിലാണ്, അത് കൊള്ളയടിക്കണം എന്നൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങിയ ഫറോവ ദാ കിടക്കുന്നു ഉണക്കപ്പത്തിരി പോലെ. അപ്പോൾ നിങ്ങളിൽ ചിലർക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇന്ന് ഗസയിലും ഫലസ്തീനിലുമെല്ലാം മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നില്ലേ? അവിടെ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തകർക്കപ്പെടുന്നില്ലേ എന്നെല്ലാം ഒരു ചോദ്യമുണ്ടാവും. ജീവനും സ്വത്തും മറ്റ് സമ്പത്തൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ജീവൻ തന്നെ പോയാലും അവർ അതിനെ വകവെക്കുന്നവരല്ല. പൊതുവെ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അങ്ങനെയാണ്. അവർ അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നത്. രാജ്യം കൊള്ളയടിച്ച കൊള്ള സംഘത്തിനെതിരെയാണ് പോരാടുന്നത്. അതിൽ മരണപ്പെട്ട് വീഴുന്നവർക്ക് അള്ളാഹു സ്വർഗം നൽകും എന്ന വിശ്വാസത്തോടു കൂടിയാണ് പോരാടുന്നത്. ആ വിശ്വാസത്തിൽ നിന്നും അവരെ അകറ്റി നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫറോവയുണ്ടല്ലോ, ആ ഫറോവയുടെ മൃത ശരീരം, ഉണക്കി വെച്ചിരിക്കുന്ന ശരീരം ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. ദാ കണ്ടു നോക്കൂ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട അതേ രീതിയിൽ ഉണക്കപ്പത്തിരിയായി മാറും ഈ നെതന്യാഹുവും ഈ ജോ ബൈഡനും അമേരിക്കൻ സാമ്രാജ്യത്വവുമെല്ലാം. യൂറോപ്യൻ സൈനിക ശക്തിയും എല്ലാം ഇതുപോലെയായിത്തീരും. എന്തെങ്കിലും ബോംബുകൾ കൊണ്ടുവന്നിട്ടാലോ മിസൈലുകൾ
വെച്ച് ആക്രമിച്ചാലോ? അങ്ങനെ പേടിച്ച് ഭയപ്പെട്ട് ശത്രുവിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന കീഴടങ്ങുന്ന ഒരു സ്വഭാവക്കാരല്ല മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ നന്നായിട്ട് അറിയാം ബ്രിട്ടീഷുകാർക്ക്. ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയിൽ നിന്നും ഓടിയതാണ്. അന്നും അവരുടെ പ്രധാന ശത്രു മുസ്ലിങ്ങളായിരുന്നു. ഈ ഇന്നലെകളിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഒക്കെ ഓടുന്ന ഓട്ടം. അവർ ഓടിയ പ്രദേശത്ത് പുല്ലുപോലും മുളയ്ക്കാത്ത അവസ്ഥയായിരുന്നു. ഇതാണ് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടിയാൽ ഈ പാശ്ചാത്യ ശക്തികൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ ഇതുവരെ ശ്രവിച്ച കേട്ട എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.